അരുൺ ടോമിയുടെ സെലിൻ. തുടക്കക്കാരായ എഴുത്തുകാർ ട്രൈ ചെയ്യുന്ന ഒരു മേഖലയാണ് റൊമാൻസ്. സേഫ് സോൺ ആയതുകൊണ്ടായിരിക്കാം, പക്ഷെ അവിടെയാണ് അരുൺ ടോമി എന്ന എഴുത്തുകാരൻ വ്യത്യസ്തനാകുന്നത്. അദ്ദേഹം ട്രൈ ചെയ്തത് ഒരു ക്രൈം ത്രില്ലറാണ്. ഒരു തുടക്കക്കാരുടെ പോരായ്മകളൊക്കെ ചിലപ്പോൾ ഈ നോവലിൽ കണ്ടേക്കാം, പക്ഷെ അതൊന്നും വായനക്കാരുടെ ആസ്വാദനത്തിന് തടസ്സം നിൽക്കാതെ എഴുതി തീർക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അധികം വലിച്ചു നീട്ടാതെ ആദ്യ ചാപ്റ്ററുകളിൽ തന്നെ ഈ നോവലിലെ വേൾഡിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകാനും അതുപോലെ തന്നെ അവസാനം വരെ പിടിച്ചിരുത്താനും എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. ഇനി നോവലിലേക്ക് വരുവാണെങ്കിൽ, കഥ തുടങ്ങുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ ഡേവിഡ് എന്നൊരു ക്രിമിനൽ സൈക്കോളജിസ്റ്റിലൂടെയാണ്. അദ്ദേഹം ഒരു ക്രിസ്മസ് രാത്രി തൻ്റെ സ്വന്തം കാറിൽ വീട്ടിലേക്ക് പോവുമായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ എടുത്തു ചാടുന്നത്. പക്ഷേ അധികം പാനിക്കാവാതെ പുള്ളി കൃത്യസമയത്ത് ബ്രേക്ക് ചവിട്ടി നിർത്തിയതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. പുള്ളി സിറ്റുവേഷൻ മനസ്സിലാക്കി പുറത്തിറങ്ങി നോക്കിയെങ്കിലും അങ്ങനെ ഒരു സ്ത്രീയെ വണ്ടിയുടെ മുമ്പിലോ റോഡിന്റെ ഇരു സൈഡിലോ ഒന്നും കണ്ടില്ല. പുള്ളി ഈ സംഭവം പിറ്റേ ദിവസം ഭാര്യയോടും സുഹൃത്തിനോടും പറഞ്ഞു. പക്ഷേ അവരത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം ഇദ്ദേഹം ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആണ്, പല ടൈപ്പ് കേസുകളും ഹാൻഡിൽ ചെയ്യണോണ്ട് പുള്ളി അത് ഹാലുസിനേറ്റ് ചെയ്താണെന്നുള്ള രീതിയിൽ വരെ പുച്ഛിക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. പക്ഷെ അന്നേരമാണ് അദ്ദേഹം തന്റെ കാറിൽ ഒരു പേര് കോറിയിട്ടിരിക്കുന്നത് കാണുന്നത്. സെലിൻ മാത്യു. ആരാണ് സെലിൻ? തലേ ദിവസം രാത്രി തന്റെ കാറിന്റെ മുന്നിലേക്ക് ചാടിയ സ്ത്രീ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് അവർക്ക് സംഭവിച്ചത്? അവരെങ്ങോട്ടാണ് പിന്നെ പോയത്? സ്വാഭാവികമായും ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റിന് സംശയം തോന്നും. ഇതിനെല്ലാം ഉത്തരം തേടിയിറങ്ങുന്ന ഡേവിഡിന്റെ ഒരു അന്വേഷണ യാത്രയാണ് സെലിൻ എന്ന നോവൽ പറയുന്നത്. ഒട്ടും ലാഗ് അടിക്കാതെ ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു നോവൽ തന്നെയാണ് സെലിൻ. മാൻകൈൻഡ് പബ്ലിഷ് ചെയ്തതിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ഐറ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സെലിനാണെന്ന്. കാരണം ഒരുപാട് പേര് വായിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ ഈ ബുക്ക് ഇനിയും ഒരുപാട് പേരിലേക്ക് എത്താനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കുക. അരുൺ ടോമി എഴുതി മാൻകൈൻഡ് പബ്ലിഷ് ചെയ്ത സെലിൻ.